ആകൃതി ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 സെൻറ്റിൽ ബജറ്റ് കുറച്ച് പണിയാൻ പറ്റിയ ഒരു വീടിൻ്റെ പ്ലാനാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ വീടിൻ്റെ പ്ലാൻ ജനറലായി നോക്കുകയാണെങ്കിൽ 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം, ഒരു ലിവിംഗ് ഏരിയ, ഒരു സെപ്പറേറ്റ് ഡൈനിങ് ഏരിയ, കിച്ചൺ, സിറ്റ് ഔട്ട് സ്പേസ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാൻ നോക്കുമ്പോൾ ആദ്യം തന്നെ ഒരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്പേസിൽ 2 ചെയർ, ഒരു കോഫി ടേബിൾ എന്നിവ കൊടുക്കാം. സിറ്റ് ഔട്ട് സ്പേസിൽ ഒരു 3 ഷട്ടർ വിൻഡോ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിലൂടെ കടക്കുന്നത് ലിവിംഗ് ഏരിയയിലാണ്. ലിവിംഗ് ഏരിയ വളരെ വിശാലമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ 3 സീറ്ററിൻ്റെ 2 സോഫയും ഒരു കോഫി ടേബിളും ഒരു സൈഡ് ടേബിളുമാണ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ ലൈറ്റും എയർ സർക്കുലേഷനും വേണ്ടി ഒരു 3 ഷട്ടർ വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയുടെ ഈ വാളിൽ TV വാൾ യൂണിറ്റും സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഫോട്ടോസിൽ കാണുന്നത് പോലെ ഈ ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന ഡൈനിങ് ഏരിയയിൽ 6 സീറ്റർ ഡൈനിങ് സെറ്റ് ഇടാൻ സാധിക്കും. ഈ ഡൈനിങ് ഏരിയയിൽ വെന്റിലേഷന് വേണ്ടി 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല നീളത്തിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചൺ ഏരിയ ആകർഷണമാക്കാൻ ഒരു L ഷേപ്പ് കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കൊണ്ടുവരാൻ ഒരു 3 ഷട്ടർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ഏരിയയ്ക്ക് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഡോറ് വർക്ക് ഏരിയയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ക്വീൻ സൈസ് ബെഡ്, വാർഡ്രോബ്, ടേബിൾ എന്നിവ ഈ റൂമിൽ ഇടാൻ കഴിയും. ഈ റൂമിൻ്റെ സെൻട്രലായിട്ടാണ് ഈ ബെഡ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇരുവശത്തും 2 സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് നല്ല ക്രോസ് വെന്റിലേഷൻ കൊണ്ടുവരാൻ അത്യാവശ്യം വലിപ്പമുള്ള 2 വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഈ ടോയ്ലറ്റിനടുത്ത് ഒരു സെപ്പറേറ്റ് ഡ്രസ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലും ഒരു ക്വീൻ സൈസ് ബെഡ്, വാർഡ്രോബ്, സ്റ്റഡി ടേബിൾ എന്നിവ കൊടുക്കാവുന്നതാണ്. 2 വിൻഡോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഈ ടോയ്ലറ്റിനടുത്ത് ഒരു സെപ്പറേറ്റ് ഡ്രസ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പേസിനും പ്രൈവസിക്കും ഇമ്പോർട്ടൻസ് നൽകിയാണ് ഈ വീടിൻ്റെ എല്ലാ റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ നേരെ കാണുന്ന സ്റ്റെയർ കേസ് വഴിയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കേണ്ടത്. ഒട്ടും സ്ഥലം നഷ്ടപ്പെടാതെയാണ് സ്റ്റെയർ കേസ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. ഇങ്ങനെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് ഭാവിയിൽ എക്സ്റ്റൻഷന് സൗകര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്ലോർ പ്ലാൻ ആണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ ഫർണിച്ചർ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാനാണ്. ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ 1100 സ്ക്വയർ ഫീറ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.